എം.ആർ. അജിത് കുമാറിന് പകരം പുതിയ DGP പദവിയിലേക്ക് ആര് വരും? DGP റാങ്കിലേക്ക് അജിത് കുമാറിന് പകരം എസ് ശ്രീജിത്ത് എത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ആഭ്യന്തര വകുപ്പ് ശ്രീജിത്തിന്റെ പേര് ശുപാർശ ചെയ്തിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഫയൽ ചീഫ് സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ തീരുമാനമുണ്ടാകാം. അതല്ലാതെയും ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടാവും എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ശ്രീജിത്ത് എം.ആർ. അജിത് കുമാറിന് പകരം വരികയാണെങ്കിൽ ഇന്നലെ എം.ആർ. അജിത് കുമാറിൻ്റെ ഹർജി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളി, അതല്ലെങ്കിൽ വേഗത്തിൽ പരിഗണിച്ചില്ല എന്നത് ഏറ്റവും അനുകൂല സൂചനയായി സർക്കാർ കാണുന്നു. അതുകൊണ്ടുകൂടിയാവാം ശ്രീജിത്ത് എന്ന ഒരു പകരക്കാരനെ പരിഗണിക്കുന്നതിൻ്റെ കാരണം. ശ്രീജിത്ത് തന്നെയാണോ അതിലേക്ക് വരേണ്ട അടുത്തയാൾ? എന്താണ് പോലീസ് തലപ്പത്തിലെ ഇതിൻ്റെ നീക്കങ്ങൾ? സൈത്ത്, ശ്രീജിത്തിനെ പരിഗണിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീജിത്ത് DGP പദവിയിലേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ്. 96 ബാച്ചുകാരൻ ആണ് ശ്രീജിത്ത്. അദ്ദേഹം 96 ബാച്ചിലുള്ള ഉദ്യോഗസ്ഥനാണ്. 95 ബാച്ചിലാണ് എം.ആർ. അജിത് കുമാർ ഉള്ളത്. സ്വാഭാവികമായും എം.ആർ. അജിത് കുമാറാണ് ഇപ്പോൾ നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ, ഈ 31-ന് വിരമിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് DGP സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് എം.ആർ. അജിത് കുമാറായിരുന്നു. പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലാണ് എം.ആർ. അജിത് കുമാർ. ആലപ്പുഴയിൽ ഈ രക്ഷാപ്രവർത്തന ലാത്തിചാർജ് അതുതന്നെയാണ് അജിത് കുമാറിന് തൊപ്പി തെറിക്കാൻ ഇടയാക്കിയ സംഭവം. അതുമായി ബന്ധപ്പെട്ട് 2 അന്വേഷണങ്ങളാണ് നടന്നത്. നേരത്തെ കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച SIT ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്തായിരുന്നു. ആ SITയിലെ അംഗങ്ങളെ അജിത് കുമാർ സ്വാധീനിച്ചു, ഭീഷണിപ്പെടുത്തി, അവരെ കൊണ്ട് മൊഴി മാറ്റിച്ചു, രേഖകൾ, അത് കേസ് ഡയറി അടക്കമുള്ള കാര്യങ്ങൾ തിരുത്തൽ വരുത്തി എന്നതടക്കമുള്ള സംഗതികൾ ഇപ്പോഴത്തെ SIT കണ്ടെത്തിയിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് വീണ്ടും പുതിയൊരു SITക്ക് രൂപം നൽകിയത്. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയായിരുന്നു. ഈ അന്വേഷണ സംഘമാണ് കണ്ടെത്തിയത് അജിത് കുമാറിൻ്റെ വഴിവിട്ട ഇടപെടലുകൾ, ഈ കേസിലെ ഗൺമാന്മാരെ, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ ഗൺമാന്മാരെ സഹായിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അജിത് കുമാർ വഴിവിട്ട നീക്കം നടത്തി എന്ന കണ്ടെത്തലുണ്ടാകുന്നു. എന്നാൽ ഈ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നതിന് ചെറിയൊരു കാലതാമസമുണ്ടായി. അതിന് പിന്നാലെ തന്നെ കോൺഗ്രസിലെ യുവജന സംഘടനകൾ, അത് യൂത്ത് കോൺഗ്രസും KSU അടക്കമുള്ള സംഘടനകൾ, AD തോമസ് അന്ന് മർദ്ദനമേറ്റ ആളാണ്, ഇപ്പോഴത്തെ MLA ആണ്, തോമസ് അടക്കമുള്ളവർ അവരുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല KC വേണുഗോപാൽ ഇതിൽ ഈ നടപടി ഉണ്ടാകാത്തതിനെതിരെ യുവജനങ്ങൾക്കൊപ്പം, ആ സംഘടനകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച്, നമുക്കറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നൊരു നിലയുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ കാര്യത്തിൽ കൂടി അജിത്തിന് ഗുണകരമാകുന്ന തരത്തിലൊരു തീരുമാനമുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ചെറുതായിരിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തിരിച്ചറിഞ്ഞു. പിന്നാലെയാണ് ഈ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷേ അതിന് മുൻപും DGP ഇപ്പോഴത്തെ SITയോട് വീണ്ടും വിശദീകരണം തേടിയിരുന്നു. അവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആ റിപ്പോർട്ട് മടക്കിക്കൊണ്ട് വീണ്ടും ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണെന്നുള്ള ആരോപണം പല കോണുകളിൽ നിന്നായി ഉയർന്നു. ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ഈ DGPമാരുടെ പേര് അടങ്ങിയ പട്ടിക അയക്കേണ്ട സമയമാണ്. അജിത് കുമാറിന് DGP പദവി നൽകുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആക്ഷേപം ഒരു വശത്ത് ശക്തമാകുന്നതിനിടെയാണ് തിടുക്കപ്പെട്ട് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അതോടുകൂടി DGP സ്ഥാനത്തേക്ക് എത്താനുള്ള വഴി അടയുകയായിരുന്നു. ഇനി ശ്രീജിത്തിനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ പേരാണ് പോയിട്ടുള്ളത്. തീർച്ചയായും ശ്രീജിത്ത് DGP ആകുമെന്ന കാര്യം ഉറപ്പാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു സീനിയർ ഉദ്യോഗസ്ഥന് ഇങ്ങനെ സ്ഥാനം നഷ്ടമാകുമ്പോൾ അത് പോലീസ് സേനയ്ക്കുള്ളിൽ ഉള്ള ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. കാലത്തിൻ്റെ കാവ്യനീതി എന്നാണ് അത് ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും പറയുന്നത്. കാരണം നേരത്തെ P. വിജയനെ സസ്പെൻഡ് ചെയ്തതിന് അടിസ്ഥാനമായത് എം.ആർ. അജിത് കുമാറിൻ്റെ റിപ്പോർട്ടായിരുന്നു. അത് എലത്തൂർ തീവെപ്പുമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടിക്കൊണ്ട് വരുമ്പോൾ, മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചില മാധ്യമങ്ങൾക്ക് വിജയൻ ഈ പ്രതിയുടെ ചിത്രം അയച്ചു കൊടുത്തു എന്നതായിരുന്നു അജിത് കുമാറിൻ്റെ കുറ്റപ്പെടുത്തൽ, കണ്ടെത്തൽ. അതിൻ്റെ പേരിൽ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് IG ആയിരുന്ന വിജയനെ സസ്പെൻഡ് ചെയ്യുന്നത്. ആ സസ്പെൻഷൻ വിജയന് കിട്ടിയതോടുകൂടി തന്നെ ADGP ആകാനുള്ള ആ തൊട്ടടുത്ത അവസരം വിജയന് നഷ്ടമായി. അദ്ദേഹം ഇപ്പോൾ ADGP ആവുകയും ലോ ആൻഡ് ഓർഡറിൻ്റെ തലപ്പത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിജയനെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ, പല കേസുകളിലും അങ്ങനെ പ്രതികളുടെ ദൃശ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് നൽകാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ, ഒരു ഈഗോയുടെ പേരിൽ അജിത് കുമാർ വിജയനെ സസ്പെൻഡ് ചെയ്യിക്കുന്നതിന് അടിസ്ഥാനമായ റിപ്പോർട്ട് തയ്യാറാക്കി. അതേ അജിത് കുമാർ ഇപ്പോൾ DGP ആകാൻ തയ്യാറാകുമ്പോൾ ഇതാ മറ്റൊരു വിവാദത്തിൽപ്പെട്ട് അജിത് കുമാറിന് കസേര തെറിക്കുന്നു. DGP ആകാൻ കഴിയുന്നില്ല, ADGP സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നതാണ്. മാത്രമല്ല അജിത് കുമാറിൻ്റെ സമീപകാലത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അദ്ദേഹം വിവാദ നായകനായിരുന്നു. ഈ RSS നേതാക്കളുമായുള്ള
ഹൊസബലയുമായുള്ള കൂടിക്കാഴ്ച, റാം മാധവുമായുള്ള കൂടിക്കാഴ്ച, ഇടത് സർക്കാരിൻ്റെ സമയത്ത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ചേർത്ത് വായിച്ചത്, ഈ ലാത്തിചാർജുമായി ബന്ധപ്പെട്ടത് രാഹുൽ ദാസ് SP ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നേരത്തെ ഉണ്ടായ ചില വിവാദങ്ങൾ, മലപ്പുറം SP-യുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിട്ടുള്ള വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ തോതിൽ വിമർശന വിധേയമാകുന്ന കാര്യമുണ്ടായിരുന്നു. ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന കാര്യം, ഇതൊക്കെ തന്നെ അജിത് കുമാർ പല കാര്യങ്ങളിലും ക്ലാരിറ്റി വരുത്തിയിരുന്നു. തനിക്ക് സ്വത്തായി കിട്ടിയതാണ്, കുടുംബപരമായി ലഭിച്ചതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ, ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നേരത്തെ വിശദമാക്കിയതായിരുന്നു. നേരത്തെ നമ്മൾ പേര് പറഞ്ഞതിൽ സുജിത് ദാസാണ്, മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ അജിത് കുമാറിനെ സമീപകാലത്ത് വിവാദങ്ങളുടെ തോഴനാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായി ഈ ആലപ്പുഴയിലെ മർദ്ദനം മാറുകയും അതിലെ റിപ്പോർട്ട് മാറുകയും അതിന്മേൽ സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പോസ്റ്റാണ് DGP തസ്തിക എന്നത്. അതിലേക്ക് എത്താനുള്ള അവസരമാണ് ഇല്ലാതായിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇനിയും സർവീസ് ഉണ്ട്. ഒരുപക്ഷെ ഈ സസ്പെൻഷൻ നടപടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹത്തിന് DGP ആകാൻ കഴിയുമായിരിക്കും. എങ്കിൽ തന്നെയും ഇപ്പോൾ ആകേണ്ട അജിത് കുമാറിന് അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. സജിത്ത്, ഇതിൽ വിനോദ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീജിത്ത് എന്ന പേര് ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിലേക്ക്, സർക്കാരിൻ്റെ പരിഗണനയിലേക്ക് വരുന്നത് അടുത്ത പരിഗണിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ എന്ന ക്രമത്തിലാണോ, അതല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ശ്രീജിത്തിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ടോ? കാരണം മുമ്പ് ഇടതുപക്ഷവുമൊക്കെയായി വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഒരു എന്തെങ്കിലും പ്രത്യേക താല്പര്യം ശ്രീജിത്തിൻ്റെ പേര് പരിഗണിക്കുന്നതിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വാഭാവികമായ അടുത്ത പരിഗണന ആള് എന്ന പരിഗണന മാത്രമാണോ അതിലുണ്ടായത്? സഹിത്ത് ഈ DGP പദവി നൽകുന്നതിന് പ്രത്യേക താല്പര്യമില്ല. കാരണം സീനിയോറിറ്റി അനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് ഈ പദവി നൽകുക എന്നതാണ്. അതേസമയം ഈ DGP-മാരിൽ നിന്ന് ഒരാളാണ് സംസ്ഥാന പോലീസ് ചീഫായി മാറുന്നത്. അങ്ങനെ പോലീസ് മേധാവിയായി മാറുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ തസ്തികയിലേക്ക് വരുന്ന ഒരാൾ തീർച്ചയായും സർക്കാരിന് താല്പര്യമുള്ള ആളായിരിക്കും. അങ്ങനെ 5 പേരുകൾ കേന്ദ്രത്തിലേക്ക് അയക്കുകയും അതിൽ നിന്ന് 3 പേരുകൾ തിരികെ വരികയും അതിൽ നിന്ന് ഒരാളെ സംസ്ഥാനത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രക്രിയയാണ് സാധാരണ പോലീസ് ചീഫിൻ്റെ കാര്യത്തിൽ നടക്കുന്ന. 6 പേരുടെ പട്ടികയാണ് കേന്ദ്രത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ്. ഈ DGP-മാരായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് ഒരുപക്ഷെ 8 10 DGP-മാർ ഒരേ സമയം പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ DGP റാങ്കിലുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ടാകും. അതിൽ ഒരാളായിരിക്കും സംസ്ഥാന പോലീസ് ചീഫാവുക, സ്റ്റേറ്റ് പോലീസ് ചീഫാവുക. ഇതിൽ ഈ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഈ വിവാദങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസരം നഷ്ടമാക്കുന്നത്. ഈ DGP പദവിയിലേക്ക് വരാനുള്ള അദ്ദേഹത്തിൻ്റെ അവസരം നഷ്ടമാക്കുന്നത് ഈ വിവാദം തന്നെയാണ്. ഈ സസ്പെൻഷൻ നടപടി ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റാതെ പോകുന്നത്. ഇനി ഈ DGP-മാരുടെ പട്ടിക പരിഗണിക്കുന്ന സമിതി, അത് ചീഫ് സെക്രട്ടറി ഉണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ വിജിലൻസ് ഡയറക്ടറുണ്ട്. ഇങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ ഒരു സമിതിയാണ്, DGP ഉൾപ്പെടുന്ന 4 പേരടങ്ങുന്ന ഒരു സമിതിയാണ് DGP പദവിയിലേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ തീരുമാനിക്കുന്നത്. അത് ADGP-യിൽ നിന്ന് DGP-യിലേക്ക് ഉയരുന്നത് ആരൊക്കെയാകണം എന്ന കാര്യത്തിൽ അതിന് ഇവരുടെ സ്വഭാവ രൂപീകരണം, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവ രീതി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവരുടെ സർവീസ് രേഖകൾ എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട്, ഈ അഴിമതിയുടെ കാര്യം പരിശോധിക്കുന്നതിനാണ് വിജിലൻസ് ഡയറക്ടറെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ എല്ലാ ചരിത്രവും പരിശോധിച്ചുകൊണ്ട്, ഇവരുടെ കരിയർ പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ടാണ് ഒരു DGP പദവിയിലേക്ക് സാധാരണ ആളുകളുടെ പേര് നിർദ്ദേശിക്കുന്നത്. സാധാരണ നിലയിൽ DGP റാങ്കിലേക്ക് പോകുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു തടസ്സമായി വെക്കാറില്ല. വലിയ കേസുകളോ വലിയ അഴിമതി കേസുകളോ മറ്റു അങ്ങനെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ പേരുകൾ തഴയാറുള്ളൂ. പക്ഷേ അജിത് കുമാറിനെ സംബന്ധിച്ച് അങ്ങനെ പേര് തഴയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ചില എൻക്വയറികൾ, ഈ മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും തന്നെ പ്രൊമോഷനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ അവസരം ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹത്തിന് DGP ആകാൻ കഴിയാത്ത നിലയുണ്ടായി. അവിടെയാണ് ശ്രീജിത്ത് DGP ആകുന്നത്. മാത്രമല്ല, ഇനി അജിത് കുമാർ തിരികെ വന്നാലും DGP റാങ്കിൽ നിന്ന് ശ്രീജിത്തിനെ തരം താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല. അദ്ദേഹത്തിന് DGP പദവി ലഭിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് DGP-മാർ സാധാരണ നിലയിൽ ഇരിക്കുന്ന വകുപ്പുകളുണ്ട്. അത് ജയിൽ വകുപ്പുണ്ട്, അല്ലെങ്കിൽ വിജിലൻസ് ഉണ്ട്, അങ്ങനെ ഫയർഫോഴ്സ് ഉണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലായി ഉണ്ട്. അവിടെ ഏതെങ്കിലും ഒരു തസ്തികയിൽ അദ്ദേഹത്തിന് DGP-ആയി തുടരാൻ കഴിയുകയും ചെയ്യും. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവർ 3 പേരുടെ പട്ടികയിൽ നിന്ന് ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അവിടെ സീനിയോറിറ്റി ഒന്നും ബാധകമാകില്ല. അങ്ങനെയാണ് ബെഹ്റ
DGP ആകുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്കറിയാം. സെൻകുമാറിൻ്റെ സമയത്തൊക്കെ സെൻകുമാർ പിന്നീട് കോടതിയിൽ പോയിട്ടാണ് തിരികെ വീണ്ടും DGP ആയി തിരിച്ചു വരുന്നത്. അവിടെ മൂന്നാമത്തെ സ്ഥാനത്തുണ്ടായിരുന്ന ബെഹ്റയെ ഒന്നാമത് വെച്ച് DGP ആക്കുകയായിരുന്നു. അത് പോലീസ് മേധാവിയുടെ കാര്യത്തിലാണ് സൈത്ത്. അതാണ് സംഭവിക്കുന്നത്. എന്തായാലും DGP റാങ്കിലേക്ക് ശ്രീജിത്ത് ഉയരുന്നത് സ്വാഭാവികമായും ഇനി ഭാവിയിൽ വേണമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി പോലും ആവാനുള്ള യോഗ്യത എന്ന തരത്തിലേക്ക് കൂടി അത് മാറുകയെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശ്രീജിത്തിൻ്റെ ഫയലിൽ ഇന്ന് തീരുമാനമുണ്ടാവുമെന്ന് കരുതും. മന്ത്രിസഭാ യോഗം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തുള്ളിൽ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ അടക്കം വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരിടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.